സന്തോഷം ആഗ്രഹിക്കുന്നവര് ഈശോയുടെ അടുത്തിരിക്കണം. എത്ര അധികമായി ഇരിക്കുന്നുവോ നിനക്ക് അത്ര അധികമായി സന്തോഷം കിട്ടും, ഗ്യാരണ്ടി. തീയില് നീ എത്ര അധികമായി ഇരുന്നുവോ അത്ര അധികം നീ പൊള്ളും എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവില് നീ എത്രയധികമായി ഇരിക്കുന്നുവോ നിനക്ക് അത്രയധികം സന്തോഷം ഉണ്ടാവും. ഒന്ന്. രണ്ട്, നമുക്കെല്ലാവർക്കും ഒരു രൂപാന്തരീകരണത്തിന്റെ സാധ്യത, മാനസാന്തരത്തിന്റെ സാധ്യത എപ്പോഴും മുന്നിലുണ്ട്. അത് അറിയണമെങ്കിൽ, അത് അളക്കണമെങ്കിൽ ഈശോയെ നോക്കണം. നമ്മൾ എപ്പോൾ ഈശോയെ പോലെ ആയിത്തീരുന്നുവോ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ സാഫല്യം. നമ്മൾ ഈശോയെ പോലെ ആയിത്തീരുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണത. നമ്മൾ ജീവിതത്തിന്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ലക്ഷ്യം, നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. എങ്ങോട്ടുള്ള യാത്ര? ഈശോയെ പോലെ ആയിത്തീരുന്നതിനുള്ള യാത്ര, ദൈവീക ജീവനിൽ ലയിച്ചു ചേരുന്നതിനുള്ള യാത്ര. നമ്മള് ഈശോയെ പോലെ ആയില്ല, ദൈവീക ജീവനിൽ ലയിച്ചു ചേർന്നില്ല. അപ്പോ ജീവിത യാത്ര എന്തായി? പാഴായിപ്പോയ യാത്രയായി ജീവിതം. അല്ലെങ്കിൽ ജീവിതം, ബാക്കി പറ, അത് തന്നെ, ജീവിതം പാഴായി. എപ്പോഴാണ് ജീവിതം പാഴായി എന്ന് പറയുന്നത്? ഈശോയെ പോലെ ആയി തീരാത്ത ജീവിതം പാഴായ ജീവിതമാണ്. അത് അച്ഛന്റെ ജീവിതമാകാം, അച്ഛന്മാരാകാം, സിസ്റ്റർമാരാകാം, അൽമായരാകാം, ആരുമാകാം. ഈശോയെ പോലെ ആയിത്തീരാൻ വേണ്ടി നമ്മൾ യാത്ര ചെയ്യുകയാണ്, പക്ഷെ ആയിത്തീരുന്നില്ല. ജീവിതം പാഴാണ്.